ആരും പൂർണ്ണരല്ല, ഒന്നിനെയും സമ്പൂർണ്ണമാക്കാനുമാകില്ല. എത്തിച്ചേരുന്ന സാഹചര്യങ്ങൾക്കും ഇടപഴകേണ്ടി വരുന്ന ആളുകൾക്കുമനുസരിച്ച് പുനർനിർമ്മാണ സാധ്യതകൾ എല്ലാവരിലുമുണ്ട്. അവയെ അംഗീകരിക്കുക മാത്രമാണ് മാർഗം. കുറവുകളിലേക്ക് മാത്രം നോക്കിയിരുന്നാൽ ഒന്നിൻ്റെയും സൗന്ദര്യം ആസ്വദിക്കാനാകില്ല. എത്ര ന്യൂനതകൾക്കിടയിലും അതിൻ്റേതായ സൗന്ദര്യം എല്ലാറ്റിനുമുണ്ടാകും. അതായിരിക്കും അതിൻ്റെ തനിമ. തങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്തുയരാൻ ക്രിയാത്മകമല്ലാത്ത ഇടപെടലുകൾ നടത്തുന്നതാണ് പലതിൻ്റെയും സ്വാഭാവിക നന്മ നഷ്ടപ്പെടാൻ കാരണം. ബന്ധങ്ങളിലും ഇടപെടലുകളിലും അറിഞ്ഞിരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒരാൾക്കും മറ്റൊരാളുടെ അഭിലാഷങ്ങൾക്കൊത്ത് പെരുമാറാനാകില്ല. തങ്ങളുടേതായ താൽപ്പര്യങ്ങളും മുൻഗണനകളും എല്ലാവരുടെയും ജീവിതത്തിലുമുണ്ടാകും. മറ്റൊരാളുമായി പൊരുത്തപ്പെടാനുള്ള ശ്രമം എല്ലാവരും നടത്തുന്നുണ്ട്. എന്നാൽ എത്ര ആത്മബന്ധങ്ങളിലും അംഗീകരിക്കാനാകാത്ത ചില പോരായ്മകൾ എല്ലാവരിലും ഉണ്ടാകും. ചെറിയ ന്യൂനതകളേക്കാൾ പ്രധാനമാണ് ആ ബന്ധമെന്ന യാഥാർത്ഥ്യബോധമാണ് സംസർഗം ദൃഢമാക്കുന്നത്. പഴിചാരാൻ തുടങ്ങിയാൽ വേർപിരിയലിന് ശേഷവും അത് തുടർന്നുകൊണ്ടിരിക്കും. ചില കാര്യങ്ങൾ ഒന്ന് കണ്ണടച്ചാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.